ഹൈസ്കൂൾ വിഭാഗം ചെണ്ടമേള മത്സരത്തിൽ വടുവഞ്ചാൽ സ്കൂളിലെ കുട്ടികൾ കൊട്ടിക്കയറുമ്പോൾ ആ പ്രകടനം 400 കിലോമീറ്റർ അകലെ പെരുമ്പാടിക്കുന്ന് ഗ്രാമത്തിലിരുന്ന ഓരോ വീട്ടുകാരും തത്സമയം കാണുകയായിരുന്നു. കാരണം ഒരു ഗ്രാമത്തിന്റെ കൂടി സ്വപ്നമാണ് കലോത്സവ വേദിയിൽ കൊട്ടിക്കയറിയത്. 7 പേരടങ്ങുന്ന ഈ സംഘം പെരുമ്പാടിക്കുന്നിലെ കർഷകരുടെയും കൂലിത്തൊഴിലാളികളുടെയും മക്കളാണ്. ചെണ്ടമേളം പഠിക്കാനുള്ള സൗകര്യമോ സാഹചര്യമോ ഇവർക്കില്ലായിരുന്നു. എന്നാൽ പ്രാക്ടീസ് സൗകര്യമൊരുക്കിയും ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്തും കൂട്ടിരുന്നുമെല്ലാം കുട്ടികളെ ചെണ്ട പരിശീലിപ്പിച്ച് അനന്തപുരിയിലേക്ക് അയച്ചത് ഇവിടുത്തെ നാട്ടുകാരാണ്. ഈ ഒരു പരിശീലനത്തെക്കുറിച്ചുള്ളൊരു കൗതുകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ദിവസം ഈ പ്രാക്ടീസ് ഇല്ലെങ്കിൽ നാട്ടിലെ വയസ്സായ ആളുകളൊക്കെ അവിടെ കൂടും. അപ്പോൾ അവിടെ കൂടുന്ന ആളുകൾ പലപ്പോഴും പറയുന്നത് ഇന്ന് എന്തുകൊണ്ട് പ്രാക്ടീസ് ഇല്ല എന്നുള്ള ചോദ്യം അവർ ചോദിക്കുന്നു. അതിൻ്റെ തുടക്കം സത്യത്തിൽ നമ്മുടെ PTA പ്രസിഡൻറ്റിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. നമ്മുടെ PTA പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ A. സുരേഷ് കുമാർ, അദ്ദേഹം മുൻ പഞ്ചായത്ത് മെമ്പറുമാണ്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഞങ്ങൾക്കിതിനെ പറ്റിയ ഒരാളെ ഞങ്ങളുടെ ആശാനായി കിട്ടി എന്നുള്ളതാണ്. വിജേഷ് ഇവിടെ ഉണ്ട്, കലാസദനം വിജേഷ് മാരാർ. ഈ പെർഫോമൻസ് ഞങ്ങൾ സത്യത്തിൽ ചൂരൽമല മുണ്ടക്കയിലെ കുട്ടികൾക്ക് കൂടിയാണ് ഞങ്ങൾ ഇത് സമർപ്പിക്കുന്നത്. ഒടുവിൽ കുട്ടികളുടെ പ്രകടനം നേരിട്ട് കാണാൻ തലസ്ഥാനത്തേക്ക് വണ്ടി കയറിയത് നാട്ടുകാരടക്കം 30 പേരുടെ സംഘം. പറയും നാട്, പുഴയും കുളിരും പൂമ്പാറ്റകളും ചായം ചാർത്തിയ നാട്, ഇത് വയനാട് വയനാട്. ഇത്രയും ആളുകൾ ഒന്നിച്ച് തലസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ താമസ സൗകര്യം ഒരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ കൊല്ലം അഞ്ചലിലെ സ്വന്തം വീട്ടിൽ സ്കൂൾ പ്രിൻസിപ്പൽ എല്ലാവർക്കുമുള്ള താമസ സൗകര്യമൊരുക്കി. പ്രതിസന്ധികളെ അതിജീവിച്ച് സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി മടങ്ങുമ്പോൾ വയനാട് വടുവഞ്ചാൽ HSSലെ ഈ കുട്ടികൾ ഒരു ഗ്രാമത്തിന്റെ സ്നേഹക്കൂട്ടായ്മയുടെ കഥയായി മാറുകയാണ്.